ഇനി ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കഥയാണ്. പത്തനംതിട്ട പെരുന്തേനരുവി കനാലിൽ കുടുങ്ങിയ മ്ലാവിന് പുതുജീവൻ. വനംവകുപ്പ് പത്തനംതിട്ട റാന്നി ദ്രുതകർമ്മ സേനയുടേതായിരുന്നു രക്ഷാപ്രവർത്തനം. എന്താണ്, എങ്ങനെയായിരുന്നു എന്നൊക്കെ കാണാം. നിലയില്ല കയത്തിൽ നീന്തി വശം കെട്ട അവസ്ഥയിലായിരുന്നു മ്ലാവ്. രാത്രി യാത്രക്കിടെ അടിതെറ്റി വീണതാണ്. സുരക്ഷാ മുൻകരുതലുകളോടെ RRT അംഗങ്ങൾ കനാലിലിറങ്ങി. KCB കരാർ ജീവനക്കാരനായ മറ്റൊരാളുടെ സഹായവും ഉണ്ടായി. വല ഇറക്കിയ ഭാഗത്തേക്ക് എത്താൻ പ്രേരിപ്പിച്ചതും പിടിവള്ളി കിട്ടിയെന്ന മട്ടിൽ മ്ലാവ് വലയിൽ കയറി. ഈ ഡാമിന്റെ ഷട്ടറിനോട് ചേർന്ന് മ്ലാവ് നീന്തി നടക്കുന്നതായിട്ടാണ് കാണുന്നത്. പെരുന്തേനരുവിയിലെ KCB സ്റ്റാഫിൻ്റെ കൂടി സഹായത്തോടു കൂടി നമ്മുടെ 2 സ്റ്റാഫുകൾ കൂടി ഇറങ്ങുകയും ഈ മ്ലാവിനെ നമ്മൾ വിരിച്ച വലയുടെ ഭാഗത്തേക്ക് നീക്കി വിടുകയും അങ്ങനെ ഈ മ്ലാവ് വലയിൽ കയറുകയും ഇതിനെ അവിടെ നിന്നും റെസ്ക്യൂ ചെയ്ത് മുകളിലെത്തിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ശബരിമല വനമേഖലയുടെ ഭാഗമായി വരുന്ന പ്ലാപ്പള്ളിയിൽ ഇതിനെ സ്വതന്ത്രമാക്കി. വല നീക്കം ചെയ്തിട്ടും പുറത്തു പോകാൻ താല്പര്യം കാണിക്കാതിരുന്ന മ്ലാവിനെ പിന്നീട് പുറത്തേക്ക് ചാടിക്കുകയായിരുന്നു. ഒരു മാസം മുമ്പ് സീതത്തോട്ടിൽ ആറ്റിൽ ചാടിയ രാജവെമ്പാലയെ പിടികൂടിയ സംഘമാണ് ഇവിടെയും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. അഭിലാൽ, ആ മ്ലാവിനൊരു പുതുജീവൻ കിട്ടി, അതിൽ സന്തോഷം. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ആ ഒരു വല മാറ്റുമ്പോഴും അത് പോകുന്നില്ല, അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പക്ഷെ ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ടാവും, ആ കനാലിൽ അങ്ങനെ കിടന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും രക്ഷിച്ചല്ലോ, പുതുജീവൻ ലഭിച്ചല്ലോ. റാന്നി RRT സംഘത്തിൻ്റെ മെയിൻ പാമ്പുപിടുത്തമാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് പുറമെ ആലപ്പുഴ, അരൂർ വരെ ഇവരുടെ പ്രവർത്തന പരിധിയാണ് എന്നതിനാൽ തന്നെ ഇരിക്കാൻ പലപ്പോഴും നേരം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. രാത്രിയിലും പകലും ഒക്കെ തന്നെ ഇവർക്ക് കോളുകൾ വരാറുണ്ട്. ചിലപ്പോഴൊക്കെ ആനകൾ ഇറങ്ങുന്ന മേഖലയെ തുരത്താനും അപൂർവമായി കടുവയും പുലിയും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ഇവരുടെ സേവനം ലഭ്യമാകാറുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോട് കൂടിയാണ് പെരുന്തേനരുവിൽ നിന്നുള്ള കോൾ ഇവർക്ക് ലഭ്യമാവുന്നത്. അങ്ങനെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുമ്പോൾ പെരുന്തേനരുവി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കനാലിലാണ് ഇതിനെ കണ്ടെത്തുന്നത്. എവിടേക്കും കയറിപ്പറ്റാൻ കഴിയാത്ത നിലയിൽ പലയിടത്തായി ഇങ്ങനെ നീന്തി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും അതിനെ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് ഓടിച്ച് കൊണ്ടുവന്നപ്പോൾ ഇറക്കിയ വല ഉൾപ്പെടുന്ന കൂട്ടിലേക്ക് അത് ചാടിക്കയറുകയായിരുന്നു. അത് ദൗത്യത്തെ വലിയ തോതിൽ സഹായകരമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് കയറ്റി പിന്നെ അതിനെ പുറത്തെടുത്ത് വാഹനത്തിൽ കയറ്റുകയാണ് ഉണ്ടായത്. ദീർഘനേരം വെള്ളത്തിൽ കിടന്നതിൻ്റെയൊക്കെ തന്നെ അവശത, ശാരീരികമായ പ്രയാസങ്ങളൊക്കെ തന്നെ അതിന് നേരിയ തോതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊണ്ടുവിടാൻ നേരത്ത് വാഹനം നിർത്തി കൂട് തുറന്നപ്പോഴും അത് ചാടിപ്പോകാൻ തയ്യാറായില്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ ക്ഷീണം കാരണം തന്നെ ആയിരിക്കും. എന്തായാലും ആ ദ്രുതകർമ്മ സേനയ്ക്ക് വലിയൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. ശരി അഭിലാൽ.